താഴെ ആ സ്ത്രീയുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. രാജുവിനെ വിളിച്ചിട്ടാണെങ്കിൽ അവനെയും കാണുന്നില്ല. ഈ കവിത പച്ചിനി എന്തിനുള്ള വരവാ? സഞ്ജുനൊന്ന് കാണാൻ വന്നതാ ഞാൻ. എന്താ പച്ചി? അത് നന്നായി. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും സഞ്ജു അറിയുന്നില്ലേ? അതോ സഞ്ജുവിനോട് ആരും പറയാത്തതാണോ? അമ്മുവിന്റെ ബന്ധുക്കൾ വന്നതാണോ? ഞാൻ അവരെ രാവിലെ താഴെ വെച്ച് കണ്ടാണല്ലോ. അവര് പോയിട്ടില്ല, വൈകിട്ട് പോകുന്ന കരുതിയത്. അച്ഛനെ ശ്രീകുട്ടിയാ നാളെ പോകാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയേ. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാം, ഇവരൊക്കെ നമുക്കാരാ? ഈ കുടുംബമായിട്ട് എന്ത് ബന്ധം അവർക്കുള്ളത്? അമ്മുന്റെ വല്യമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയാണെങ്കിൽ തനി കൺട്രി. സംസ്കാരം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. ശ്രീകുട്ടി എന്ത് പറഞ്ഞാലും അമ്മു ഈ വീട്ടിലെ സെർവന്റ് തന്നെയാ. ഒരു വീട്ടുപണിക്കാരിയുടെ ബന്ധുക്കളാണെന്നുള്ള വിചാരമൊന്നും ആ സ്ത്രീക്കില്ല. അവരുടെ പെരുമാറ്റം ഒരു തരം അധികാരം വച്ച. പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ കാശുള്ള വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടിട്ട് ആ വീട്ടിലെ ആളുകൾ വന്ന് തൊട്ടേനും പിടിച്ചേനും അധികാരം സ്ഥാപിക്കുന്ന രീതിയുണ്ടല്ലോ, അതാ അവരിവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. അമ്മയോടും അച്ഛനോടും ഒഴികെ ആ സ്ത്രീ ഇവിടെ വഴക്കിടാത്ത ആരുമില്ല. എനിക്കിതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നിയന്ത്രണം വിട്ടു പോവാ. എന്തായാലും വന്നു പോയില്ലേ, നാളെ അവര് പോവും. അവര് പോവെന്ന് എന്തുറപ്പാ സഞ്ജുവിനുള്ളത്? അവർക്ക് കഴിയാൻ ഒരു റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ റൂം അവര് കൈയടക്കി കഴിഞ്ഞു. റൂമിൽ ആധിപത്യം സ്ഥാപിച്ച നിലയ്ക്ക് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നവര് പറഞ്ഞാൽ ഒഴിപ്പിച്ചുവിടാൻ പറ്റുമോ? ശ്രീകുട്ടി തന്നെ പറയും അമ്മുന്റെ വല്യമ്മ 2 ദിവസം ഇവിടെ നിന്നോട്ടേന്ന്. ഞാൻ അമ്മുവിനെ വിളിച്ച് സംസാരിക്കാം, അവള് പരിഹാരം കാണട്ടെ. ഹാ, അവൾ ഒന്നാം തരം കള്ളിയാ. നിന്റെ മുന്നിൽ കരഞ്ഞു കാണിച്ചു തരും. അനിയത്തി കരഞ്ഞാ പിന്നെ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. ശ്രീകുട്ടിയുടെ മുന്നിൽ നീയും നിശബ്ദനാകും. ആ ചെക്കനെ കൊണ്ടാണെങ്കിൽ പൊറുതി മുട്ടിയിരിക്കുക. എവിടെ നോക്കിയാലും അവനെ കാണാം. മുകളിൽ കയറി വന്ന് ഷോക്കേസിലെ എല്ലാം നശിപ്പിച്ചു. കയ്യിലെടുത്ത് നോക്കിയിട്ട് താഴെയിടും, അതുടയും. ദേ, അവന് യാതൊരു കൂസലുമില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ കല്ലിനോട് പറയുന്ന മട്ട. ഉടനെ അടുത്തതെടുത്ത് താഴെയിടും. ഇപ്പൊ ഷോക്കേസിലൊന്നും ഇല്ല. കണ്ടിട്ട് അവനൊരു പാവം കുട്ടിയാണല്ലോ. കാണുന്നത് പോലെയൊന്നും അല്ല ആളുകളുടെ ഉള്ളിലിരിപ്പ്. ഇന്ന് ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ടോയും എടുത്തോണ്ട് വന്ന് കാതടപ്പിക്കുന്ന ശബ്ദത്തെ ശല്യം ചെയ്തോണ്ടിരിക്ക. അതും എടുത്തോണ്ട് പോവാൻ പറഞ്ഞാൽ അവൻ എന്താ ചെയ്തെന്നറിയോ? നിലത്തൂടെ ഇഴഞ്ഞു വന്ന് ഞാനിരുന്ന ടേബിളിനടിയിൽ കയറി. എന്തിനോ ഞാൻ എഴുന്നേറ്റതും ചെയർ തള്ളി മാറ്റി. ചെയർ അവിടെ ഉണ്ടെന്ന് കരുതി ഞാൻ ഇരുന്നതും ഞാൻ നിലത്ത് വീണു. അവൻ ഓടിക്കളഞ്ഞു. നടു ഉളുക്കിയിട്ട് എനിക്ക് നടക്കാൻ കൂടി വയ്യ. ആ സ്ത്രീയോട് ചെന്ന് പറഞ്ഞപ്പോഴേ നിന്ദ്യമായ വാക്കുകളാ അവരെന്നോട് ഉപയോഗിച്ചത്. എന്നെ എടിയെന്നും നീയെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചു. എന്റെ ജീവിതത്തിൽ ആരും ഇത്ര മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല സഞ്ജു. ലോകത്തെവിടെയെങ്കിലും വീട്ടു ജോലിക്കാരിയുടെ ബന്ധുക്കൾ വന്ന് ഇങ്ങനെ പെരുമാറുമോ? പെരുമാറിയാലേ അടിച്ച് പുറത്താക്കല്ലേ വേണ്ടത്. അപ്പച്ചിക്കുണ്ടായ അപമാനം ഞാൻ മനസ്സിലാക്കുന്നു. നാളെ തന്നെ അവരോട് പറഞ്ഞുവിടാം. അപ്പച്ചി റൂമിലേക്ക് ചെല്ല്. ഞാനല്ലേ പറയുന്നത്, പരിഹാരം ഉണ്ടാക്കാം. അപ്പച്ചി ചെല്ല്. എടാ, നീ ചെന്നാ സ്ത്രീയോട് ഇങ്ങോട്ട് വരാൻ പറ. എടാ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ സച്ചി സാദ് ഇങ്ങോട്ട് വന്നാലോ? എടാ, സ്വാതി റൂമിലേക്ക് പോയി. ഇനി അവള് പുറത്തേക്ക് ഇറങ്ങില്ല. പിന്നെ സച്ചി ഓപ്പൺ ടെറസിൽ പോയി നക്ഷത്രം എണ്ണി കിടപ്പുണ്ട്. നീ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കാവൽ നിന്നാ മതി. എടാ, അവരെ വിളിക്ക്. എടാ, ആദ്യം അമ്മൂനെ കൊണ്ട് അവരുടെ ഉദ്ദേശം ചോദിച്ച് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് കഴിഞ്ഞ് നീ ആ സ്ത്രീയെ വിളിച്ച് സംസാരിച്ചാൽ മതി. അവരാവശ്യപ്പെടുന്നത് എന്താണെന്ന് ഒരു മുൻധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ? പറ്റുമെങ്കിൽ അവരെ പുറത്ത് വെച്ച് ഒഴിവാക്കി വിടുകയും ചെയ്യാം. അത് ശരിയാ. നീ അമ്മൂനെ കൂട്ടിക്കൊണ്ടുപോവാ. ഈ രാത്രി തന്നെ
എനിക്കൊരു പ്രതിവിധി കണ്ടെത്തണം. അമ്മു, സഞ്ജു നിന്നെ ഉടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ രാജുട്ടാ, കവിതപ്പച്ചി സഞ്ജുവിനെ കണ്ട് എന്തൊക്കെയോ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ബന്ധുക്കളെ കൊണ്ട് അവർ സഹി കേട്ടെന്നാ പറഞ്ഞത്. കവിതപ്പച്ചി അറിയുന്നുണ്ടോ അതിന് സഹി കേട്ടാവാൻ നിൽക്കുന്നതെന്ന്? അദ്ദേഹത്തിനോട് ഞാൻ എന്ത് പറയണ രാജുട്ടാ? ഈ സമയമായിട്ടും എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വല്യമ്മ പറയുന്നുമില്ല. നീ അത് അവനോട് പറ, അല്ലാതെ എന്ത് ചെയ്യാനാവും? എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലാൻ തന്നെ പേടിയാ. അപ്പോ സഞ്ജുവിന് എന്തെങ്കിലും പരിഹാരം പറയാനുണ്ടാവുമെങ്കിലോ? നാളെയെങ്കിലും അവരിവിടുന്ന് ഒഴിവാക്കി വിടാൻ പറ്റില്ല അമ്മു. നീ അങ്ങോട്ട് ചെല്ല്. അല്ല, ചേച്ചി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവനെ ദേഷ്യം പിടിപ്പിക്കാതെ നീ ചെല്ലമ്മു. പിന്നാലെ ഞാൻ അങ്ങോട്ട് വരാം. ചെല്ല്, ചെല്ല്. ഇതുവരെ നിനക്കില്ലാതിരുന്ന ബന്ധുക്കളൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവർക്ക് വേണ്ടത് എന്താണെന്ന് നീ ചോദിച്ച് മനസ്സിലാക്കിയില്ലേ? രാജുവിനോട് ഞാനത് പറഞ്ഞിരുന്നാണല്ലോ. വല്യമ്മ പറയാതെ ഞാനത് എങ്ങനെ മനസ്സിലാക്കാനാ? ഇവിടെ എന്തായാലും ഇത് നടക്കില്ല. കവിത അപ്പച്ചി വന്ന് ഒരു കൂട്ടം പരാതി പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. ചതിച്ചു ദൈവമേ. സ്വാതി അവർ കണ്ടില്ല. സംസാരം കേൾക്കാൻ വേണ്ടി സ്വാതി അവിടെ വന്ന് നിൽക്കുകയാണ്. സഞ്ജുവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീട് കഴിഞ്ഞാൽ തീർന്നു. അല്ല, എന്ത് അവകാശം വെച്ചാ അവരിവിടെ ഉള്ളവരെ ഭരിക്കാനും അധികാരം സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നത്? നിന്റെ പേരിലുള്ള ഈ കടന്നുകയറ്റം നടക്കില്ല. നിന്റെ ആളുകളെ ഒഴിവാക്കി വിടേണ്ടത് നീയാ. മനസമാധാനം നഷ്ടപ്പെട്ട ഞാൻ ഇന്ന് പകൽ മുഴുവനും കഴിച്ചു കൂട്ടിയത്. അത് നീ അറിയില്ല. അമ്മുവിന്റെ ബന്ധുക്കൾ വന്ന സഞ്ജുവിന് സമാധാനക്കേടുണ്ടാവേണ്ട എന്ത് കാര്യമുള്ളത്? അവൻ കൂടുതലൊന്നും പറയരുതേ. അവര് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. നീ ചെന്ന് കാര്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാ. പണം മോഹിച്ചാണ് വന്നെങ്കിലേ അതങ്ങ് കൊടുക്കാന്ന് പറ. ചെല്. അതെ, ഒരു കാര്യം കൂടി പറഞ്ഞേക്ക്. എന്റെ കുടുംബം തകർക്കാനാണ് വരമെങ്കിൽ ഒരാള് പോലും ഇവിടുന്ന് ജീവനോടെ പോവില്ല എന്നും കൂടി അറിയിച്ചേക്ക്. അതെ, അവര് സഞ്ജുവിന്റെ കുടുംബം എങ്ങനെ തകർക്കുന്ന പറയുന്നേ? ഞാൻ കൂടെ അതൊന്ന് അറിയട്ടെ. എന്തിനാ സഞ്ജു അവളിങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? അത് പിന്നെ കവിത അപ്പച്ചി വന്ന് കുറെ പരാതി പറഞ്ഞിട്ട് പോയി. അപ്പച്ചിയെ ആ ചെക്കൻ കസേരയും തള്ളി താഴെട്ടെന്ന്. ആര്? നന്ദൂട്ടനോ? കഷ്ടം. കവിതയുള്ളമ്മയ്ക്ക് പറയാൻ വേറെ ഒന്നും കിട്ടിയില്ലേ? അത് ചോദിക്കാൻ ചെന്നപ്പോ അമ്മുവിന്റെ വല്യമ്മ സംസ്കാരം ഇല്ലാത്ത രീതിയിൽ പെരുമാറി. എടീ പൊടിയെന്നൊക്കെ വിളിക്കാന്ന് വെച്ചാ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഈ കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കാനല്ലേ അമ്മുവിന്റെ ബന്ധം പറഞ്ഞോണ്ട് അവര് വന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവരമ്മുവിന്റെ അടുത്ത ബന്ധുക്കളായി പോയില്ലേ സഞ്ജു? അമ്മു, ഈ നേരത്തെ അവരെ വിളിക്കാനൊന്നും പോണ്ട. സ്വാതി ഇതൊക്കെ ന്യായീകരിക്കാണോ? അമ്മുവിനെ ദ്രോഹിച്ചവരവര്. ആ കഥകളൊക്കെ സ്വാതി തന്നെയല്ലേ നിന്നോട് പറഞ്ഞത്? കൂൾ ഡൗൺ മാൻ. നാളെ അവർക്ക് അങ്ങ് പൊക്കോളും. വില്ലേജിൽ നിന്ന് വന്നവരായോണ്ടാ അവർക്ക് അങ്ങനെ പെരുമാറുന്നത്. നമ്മുടെ അമ്മൂനെ ഓർത്ത് സഞ്ജു അതങ്ങ് ക്ഷമിച്ചേക്ക്. അസലായിട്ടുണ്ട്. ലച്ചുവിന്റെ മുമ്പിൽ വെച്ചാ അവൾ അന്യപുരുഷനെ കെട്ടിപ്പിടിച്ച് സൊള്ളുന്നത്. ഇതെന്തൊരു കാലമാ ദൈവമേ.
അമ്മ എന്തിനാ എവിടെ നിന്ന് പെറുവിറുക്കുന്നത്? നീ എന്റെ മുഖത്ത് നോക്കി എനിക്കത് അങ്ങോട്ട് നോക്കടി. എന്റെ ദൈവമേ, ഈ പെങ്കുച്ചിന് എന്തിന്റെ കേടാ? ഭാര്യയുടെ മുന്നിൽ മുറപ്പെണ്ണിനോട് ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കോ? അവൻ എങ്ങനെ തോന്നുന്നു? അവനെ എന്തിനാടി പറയുന്നത്? അവൻ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് ലച്ചുവല്ലേ. ഭർത്താവും മുറപ്പെണ്ണും തമ്മിലുള്ള സല്ലാപം കണ്ട് നോക്കിയിരിക്കുന്നൊരു ഭാര്യ, അവളുടെ അഴിഞ്ഞാട്ട് എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പെരുവിരൽ മുതലൊരു പെരുപ്പ് അരിച്ചു കയറുക. അമ്മ ഇപ്പൊ അങ്ങോട്ടൊന്നും പോവണ്ട. ഒരു സംസാരം ഉണ്ടായ വീട്ടുകാരൊക്കെ നമ്മുടെ നേരെ തിരിയും. ലച്ചു നമ്മുടെ കൂടെ നിൽക്കുന്ന അമ്മ കരുതണ്ട. പിടിച്ചത് കിട്ടാതെയും വരും, കയ്യിലെടുത്ത് പോവുകയും ചെയ്യും. എങ്കിലും നമ്മുടെ പെണ്ണിന്റെ ഭാവി എന്താകൂടി? എനിക്കറിയാം സഞ്ജു, അമ്മുനെ ദ്രോഹിച്ചവരിപ്പോ സ്നേഹം നടിച്ചു വന്നിരിക്കോ. അത് കാശ് മോഹിച്ച് തന്നെയാ. രാവിലെ അവർക്ക് എന്തേലും കൊടുത്തു വിടാം. കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. സഞ്ജു അമ്മുനെ വിഷമിപ്പിക്കാതിരുന്നാ മതി. ആ, അച്ഛനാ, ഞാൻ ഈ കോൾ എടുക്കട്ടെ. അമ്മ പൊയ്ക്കോ. വീട്ടുകാർക്ക് രോഷം ഉണ്ടാക്കിയതിന്റെ ടെൻഷനില്ല സഞ്ജു. ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്ന് തണുപ്പിച്ചോളാം. അച്ഛാ, നിന്നെ കണ്ടല്ലോ, നൂൽപാലത്തിലൂടെ ഞാനിപ്പോ കടന്നു പോകുന്നത്. നിനക്ക് സംഭവിക്കാൻ എന്താ ഉള്ളത്? അവരുടെ കൂടെ അങ്ങ് തിരിച്ചു പോവാം. ദേ, ഈ രാത്രി തന്നെ അങ്ങോട്ട് ചെന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം. എന്നിട്ട് റൂമിലെത്തിയിട്ട് ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞാൽ മതി. ക്യാഷിനാണെങ്കിൽ അത് കൊടുക്കാം. ദേ, സ്വാതിയെ ഒരു തരത്തിലും ബന്ധപ്പെടുത്തരുത്. ആ, ഞാൻ പറയുമ്പോ മോനൊന്നും തോന്നരുത്. ഞാനൊരു പഴയ ആളാ. ജീവിതം ഒരുപാട് കണ്ടിട്ടുണ്ട്. പലരുടെ അനുഭവം വെച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിലാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതൊന്ന് പറ. ഇവളെ നീ താലി കെട്ടിയ പെണ്ണാ. ഭാര്യയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു പെണ്ണ് ഭർത്താവിന്റെ കൈയിൽ പിടിച്ച് കൊഞ്ചിക്കൊഴയുന്നത് ശരിയായ കാര്യമാണോ? അവള് മറ്റൊരു പെണ്ണല്ല. അവൾ എന്റെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വല്യമെതിരെ ഇതിലൊക്കെ കയറി ഇടപെടുത്ത്. വല്യമ്മൊന്ന് പോ. ഇതൊക്കെ ഈ കുടുംബത്തിലെ കാര്യങ്ങളാ. നീ ഒന്ന് പോടി, കഴിവ് കെട്ടവളെ. ആ, നീ പറയാൻ പോകുന്നത് നിന്റെ മുറപ്പെണ്ണെന്നാവും. കളിക്കൂട്ടുകാരി എന്നൊക്കെ പറയുന്നെങ്കിലും ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പോ നിങ്ങൾ പ്രായപൂർത്തിയായവരാ. നീ അവളും കൂടെ രാത്രി പുറത്തു നിന്ന് കെട്ടിത്തൂങ്ങി കയറി വരുന്നത് ഞാനും കണ്ടു. ഇതൊന്നും അത്ര നല്ല കാര്യമല്ല മോനെ. അതെ, ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് വേണ്ട എന്താണെന്നേ ദൈവങ്ങളോട് പറ. അല്ല, എത്ര രൂപയാ വേണ്ടത്? നിന്റെ കയ്യിലെ കാശൊന്നും എനിക്ക് വേണ്ട. ദാ, നീ ഇവളുടെ മുഖം ഒന്ന് നോക്കിയേ മോനെ. ഇവൾ ഇഷ്ടപ്പെടാത്തത് കണ്ടതിന്റെ സങ്കടവാ ഇവളുടെ മനസ്സില്. അത് ഈ മുഖത്ത് കാണാം. ഇവക്കത് നിന്നോട് പ്രകടിപ്പിക്കാൻ അറിയില്ല. അല്ല, പണ്ടും ഇവളിങ്ങനെ. മോൻ തെറ്റിയതെന്ന് വല്യമ്മ പറയില്ല. ആ ശ്രീകുട്ടിയാ നിന്റെ കൈ തൂങ്ങുന്നതും കൊഞ്ചുന്നതും ഒക്കെ. മറ്റൊരു പെണ്ണിന് അത് കണ്ടാ സഹിക്കാൻ പറ്റില്ല. വല്യമ്മേ, ഒന്ന് പോവരാ പറഞ്ഞത്. ഇടി, ഞാനിത് കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിച്ച് എങ്ങനെ പോകാനാ? തിരുത്തേണ്ടത് ശ്രീകുട്ടിയല്ല, നിന്നെയാ. ഭർത്താവിന്റെ മുന്നിൽ നീ പറയാനുള്ളത് പറയാതെ പേടിച്ചിങ്ങനെ നാണിച്ചകന്ന് നിൽക്കുന്നതാ ഇതിനൊക്കെ കാരണം. ഞാൻ പോവാ. ഇവരെ തമ്മിലെടുപ്പിക്കാൻ വന്നിരിക്കുക. നീ നിന്റെ കാര്യം നോക്കി പോകാമോ? എവിടേക്ക്? ഇവളുടെ കാര്യം നോക്കി ഈ രാത്രിയിൽ എങ്ങോട്ട് പോകാനാ? നിങ്ങൾ തമ്മിൽ എന്താ സ്വരച്ചേർച്ചയിലല്ലേ? എങ്കിലത് ശ്രീദേവിയോടൊന്ന് സംസാരിക്കണമല്ലോ. അയ്യോ, ഞങ്ങൾക്കങ്ങനെ സ്വരച്ചേർച്ചയ്ക്ക് കുറവൊന്നുമില്ല.
നിങ്ങളായിട്ട് അത് ഉണ്ടാക്കാതിരുന്നാ മതി. എന്നാ ഇവളുടെ മുഖം തെളിഞ്ഞ് ഞാനൊന്ന് കാണട്ടെ. നീ ഇവളുടെ കൈ പിടിച്ചിരിക്കുന്നത് എനിക്കൊന്ന് കാണണം, എങ്കിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ എന്റെ സംശയം ഞാൻ ഈ വീട്ടിലുള്ളവരോട് സംസാരിക്കാം. നീ ഇവന്റെ കൈ പിടിച്ച് ചേർന്നൊന്ന് നിക്കടി. ഈ അമ്മയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? അവരായി അവരുടെ പാടായെന്ന് കരുതുന്നതിന് പകരം ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നില്ലെങ്കിലേ അവിടെ മറ്റു പലരും കയറിയിരിക്കും. കൈ ഇങ്ങോട്ടെടുക്ക്. പിടിക്കടി, പിടിക്ക്, കൈ പിടിക്കടി. ചേർന്ന് നിൽക്കാൻ നാണമാണെങ്കിൽ വേണ്ട. കൈ പിടിക്ക്. ഒരു കണക്കിന് അമ്മ ചെയ്തത് നന്നായി. ഇത് ശ്രീകുട്ടി കൂടി കാണേണ്ടതായിരുന്നു. നിന്റെ ഭർത്താവായത്, ആ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. ഇനി എത്ര കൂടെ മരിക്കുന്നവരാണെങ്കിൽ പോലും ഭർത്താവിനോട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുന്നത് കണ്ടാ അത് പ്രകടിപ്പിക്കണം. വഴക്കുണ്ടാക്കാൻ പോണോന്നല്ല പറഞ്ഞത്. നീ നിന്റെ അവകാശം അവരുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ പ്രകടിപ്പിച്ചു കാണിക്കണം. ശ്രീകുട്ടിയുടെ മുന്നിൽ നീ ഇതുപോലെ നിന്നാ അവള് നിന്റെ ഭർത്താവിന്റെ കയ്യിൽ തൂങ്ങാൻ വരുവോ? ഇനിയെങ്കിലും ഭർത്താവ് നിന്റേത് മാത്രമാണെന്ന് കരുതി ജീവിക്കേ. രണ്ടുപേരും വാതിലടച്ച് കിടന്നോ? അല്ലെങ്കിൽ ഞാൻ അടച്ചേക്കാം. വാ. സന്തോഷായില്ലേ നിനക്ക്? കവിത വെച്ച് പറഞ്ഞ സത്യ, അവരെ കൊണ്ട് ഇവിടെ ഉള്ളവർക്ക് പൊറുതി മുട്ടിയിരിക്കുക. സഞ്ജു, അമ്മ എവിടെ? അകത്തുണ്ട്. ഞാൻ അറിഞ്ഞു. എന്തൊക്കെയാ സഞ്ജു ആ സ്ത്രീ അമ്മൂനെ കൊണ്ട് ഇവിടെ കാട്ടിക്കൂട്ടിയത്? ആ സമയത്ത് ആരെങ്കിലും കണ്ടുവന്നിരുന്നെങ്കിൽ ദൈവമേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. എടാ, അവരങ്ങനെ പറഞ്ഞു വെച്ചാൽ അവൾ ഉടനെ എന്റെ കൈ കയറി പിടിക്കണ വേണ്ട. എടാ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇന്റിമസി ഇങ്ങനെയല്ല പ്രകടിപ്പിക്കണ്ടെന്ന് അവൾ എന്താടാ പറയാതിരുന്നത്? എടാ, അമ്മൂനെ നീ കുറ്റപ്പെടുത്തരുത്. അവൾ എന്തു പറഞ്ഞാലും അവളുടെ വല്യമ്മ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് അവര് പിന്നോട്ട് പോവില്ല. അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയുന്നോണ്ടാ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ അമ്മ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ച കാര്യമല്ല. എങ്ങനെയാടാ നിങ്ങൾ ഈ സ്ത്രീയെ ഇത്രയും സമയം നിയന്ത്രിച്ചു കൊണ്ടുപോയത്? അതിന് നിന്റെ കാവേരിയപ്പച്ചിക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കണം. ഈ ഒരു ദിവസം അമ്മൂന്റെ പ്രാർത്ഥന കൊണ്ട് ആപത്തുകളൊന്നും സംഭവിക്കാതെ കടന്നുപോയി. നാളെ അവർക്ക് പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ ആർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരും. കാവേരിയപ്പച്ചി കൈയൊഴിഞ്ഞ മട്ട. എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് കമ്പനി മീറ്റിംഗിൽ പറയുന്നവനായി ഞാൻ. വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നവരുടെ കാര്യത്തില് ഒരു പരിഹാരം ഇല്ലാതെ പോയല്ലോടാ. എടാ, അമ്മൂനോട് ഇതുവരെ അവര് വരവിന്റെ ഉദ്ദേശം പറഞ്ഞിട്ടുമില്ല. പണത്തിനാണെങ്കിൽ വീട്ടുകാരെ മുഴുവനും മുൾമുനെ നിർത്താൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. കിട്ടുന്ന വാങ്ങി പോവാൻ നോക്കണ്ടേ? എടാ, അമ്മൂനോടൊന്നും പറയണ്ട. ഇന്ന് തന്നെ എത്ര തവണ ചോദിച്ചാണെന്നോ. നീ അവളെ മനസ്സുകൊണ്ട് പോലും കുറ്റപ്പെടുത്തരുത്. അല്ലെങ്കിൽ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് കരയാ അവള്.